മലപ്പുറത്ത് 2 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു എന്ന വാർത്ത വരുന്നു. പൊന്നാനി സ്വദേശികളായ സ്ത്രീകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പൊന്നാനിയിൽ 12,000 പേരുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് രോഗം കണ്ടെത്തിയത്. മേഖലയിൽ നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. H1N1 ബാധിച്ച് ഒരാൾ മരിച്ചു. പൊന്നാനി സ്വദേശിയായ സ്ത്രീയാണ് H1N1 ബാധിച്ച് മരിച്ചത്. മുബഷിർ പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ. മുബഷിർ, ഗുഡ് ഈവനിംഗ്. പനി പടരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇത്രയും പേർക്ക് മലമ്പനിയും H1N1 ഒക്കെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി മലപ്പുറത്തു നിന്ന് വരുമ്പോൾ ആശങ്കയുണ്ടോ അവിടെ? തീർച്ചയായും സുജയ പാർവതി, മലപ്പുറം ജില്ലയിൽ കാലവർഷം ആരംഭിച്ചതോടുകൂടി ഇത്തരത്തിലുള്ള മഴക്കാല രോഗങ്ങളാണ് ഏറ്റവും വലിയ ആശങ്ക പടർത്തുന്നത്. നേരത്തെ നമുക്കറിയാം, മലയോര മേഖലകളിൽ 17ഓളം ആളുകൾക്ക് H1N1 ബാധ സ്ഥിരീകരിച്ചിരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമായി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇന്ന് അപ്രതീക്ഷിതമായി നിർഭാഗ്യവശാൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പൊന്നാനി സ്വദേശിയായ 47 വയസ്സുള്ള മധ്യവയസ്കയാണ് H1N1 ബാധിച്ച് മരിച്ചതായി ജില്ലാ ആരോഗ്യവകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇവർക്ക് പനി ബാധിച്ചത്. കടുത്ത പനിയെ തുടർന്ന് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ ചികിത്സ തേടുന്നു. പിന്നീട് ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റുകയായിരുന്നു. കുന്നംകുളത്തെ ആശുപത്രിയിൽ ചികിത്സ തുടരുന്നതിനിടയിൽ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. H1N1 പനിബാധ തന്നെയാണ് ഇവർക്ക് ഏറ്റിരുന്നതെന്ന് ആശുപത്രിയും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും പൊന്നാനി മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് മറ്റു തരത്തിലുള്ള രോഗങ്ങളും നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 മലമ്പനിയാണ് പൊന്നാനിയിൽ നിലവിൽ ജില്ലാ ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പൊന്നാനി നഗരസഭാ പരിധിയിലെ ഒരു സ്ത്രീക്കായിരുന്നു മലമ്പനി സ്ഥിരീകരിച്ചിരുന്നത്. തുടർന്ന് 1000-ലധികം ആളുകളുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നും മറ്റു 2 സ്ത്രീകൾക്കും ഈ നിലയിൽ മലമ്പനിയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് ജില്ലാ ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനം രോഗം കണ്ടെത്തിയത് മുതലാണ് ഈ ഒരു പ്രതിരോധ നടപടികൾ നടത്തുന്നത് എന്നുള്ളതാണ്. അവിടെയുള്ള ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ മലിനജലം ഒഴുകി വരുന്ന സാഹചര്യമുണ്ട്, വെള്ളക്കെട്ടൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. നഗരസഭാ അധികൃതരൊക്കെ തന്നെ ഇത് അറിയിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ നടപടി ആ ഒരു ഘട്ടത്തിലൊന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കൊതുക് അതുപോലെയുള്ള പ്രാണികൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും മുൻകരുതലെന്നോണം ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ നടപടികൾ ആദ്യഘട്ടത്തിൽ സ്വീകരിക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള നാട്ടുകാരും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും 3 പേർക്കാണ് നിലവിൽ 3 സ്ത്രീകൾക്കാണ് പൊന്നാനി മേഖലയിൽ മലമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരു H1N1 ബാധ സ്ഥിരീകരിച്ച മരണം കൂടി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രതിരോധ നടപടികൾ തന്നെയാണ് ജില്ലാ ആരോഗ്യ വകുപ്പ് മുൻതൂക്കം കൊടുക്കുന്നത്. 100-ലധികം ആരോഗ്യ പ്രവർത്തകരെ നിർത്തിക്കൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീടുകൾ കയറിയുള്ള ബോധവൽക്കരണം നടത്തുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിൽ തന്നെ ഈ നിലയിലുള്ള രക്തപരിശോധനയ്ക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആശുപത്രികൾ എത്തണമെന്ന പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി വീടുകളിൽ കയറി ഇറങ്ങി ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ലഘുലേഖകളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കൊതുകുകളൊക്കെ തന്നെ വരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ശുചിത്വ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ടെന്നാണ് നമ്മളോട് അവരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും തീരദേശ മേഖലയിലാണ് ഇപ്പോൾ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവിടെ പനി പടരുന്ന സാഹചര്യത്തെക്കുറിച്ചും വ്യക്തമാക്കിയത്.